അസ്സലാമലൈക്കും, ഞാൻ ആദിൽ. ഇന്നിവിടെ നമ്മ ഒരാളെ കൊണ്ട് നമ്മുടെ കാര്യം എങ്ങനെ സമ്മതിപ്പിക്കാം, അയാളുടെ അറിവ് പോലും ഇല്ലാതെ എന്നുള്ളതിനെ പറ്റി 12 ടിപ്സാണ് പറഞ്ഞുതരാൻ പോണത്. ഈ 12 ടിപ്സ് സത്യം പറഞ്ഞാൽ ഈ ട്രിക്സാ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻസാ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് പ്യോർലി അവരുടെ മൈൻഡ് ആൻഡ് ലോജിക് മനസ്സിലാക്കിയിട്ട്, മൈൻഡ് ആൻഡ് ഈഗോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ടിപ്സാണ് ഇതെല്ലാം. ഇത് സെയിൽസിലൊക്കെ സ്ഥിരം യൂസ് ആണ്. സ്ഥിരം എന്ന് വെച്ചാൽ എല്ലാ സെയിൽസിലെ ആൾക്കാരും സ്ഥിരം യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. ഞാൻ പേഴ്സണലി എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കസ്റ്റമേഴ്സിനെ ഞാൻ ഡീൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുള്ള ടിപ്സാണ് ഇതെല്ലാം. ഞാൻ പേഴ്സണലി ചെയ്യുന്നത്. റെഫറൻസ് ഇതാണ്: ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണിഗി. സെയിം ബുക്കാണ്. സോ തുടങ്ങാം. സോ നമ്പർ 1, യു കാൺ വിൻ ആൻ ആർഗ്യുമെന്റ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ വാക്ക് തർക്കമൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഇരിക്കും. സോ നമ്മൾ അതിൽ ജയിച്ചെന്നും വരാം ആ വാക്ക് തർക്കത്തിൽ. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാൾ തോറ്റതുകൊണ്ട് അയാൾക്ക് ഭയങ്കര ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അയാളൊന്നും അല്ലാത്ത പോലെ, അയാൾക്ക് കുറെ നഷ്ടപ്പെട്ട പോലത്തെ ഫീലൊക്കെ വരും. പിന്നെ അയാളുടെ നമുക്ക് പയ്യപ്പ ഇങ്ങനെ ബന്ധമൊക്കെ ഇല്ലാണ്ടാവും. സോ ഇവിടെ നമുക്ക് നഷ്ടപ്പെടാനും കാര്യങ്ങളുണ്ട്. സോ യു കാൺ വിൻ ആൻ ആർഗ്യുമെന്റ്. നമ്പർ 2, നെവർ സേ യു ആർ റാങ്. അതായത് ഡിസഗ്രിമെന്റും ഡിസഗ്രി ആവണതും ഡിസ്മിസ് ആവണതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഡിസഗ്രി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ നമ്മ എടാ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന്, അതാണ് ഡിസഗ്രി ആവണത്. ഡിസ്മിസ് ചെയ്യണത് യു ആർ റാങ് എന്ന് പറയുന്നതാണ്. അത് ശോകമാണ്. മറ്റേത് കുറച്ചും കൂടെ സഹിക്കാൻ പറ്റും. ഡിസ്മിസ് ചെയ്യണത് ഹാർട്ട് ബ്രോക്കൺ ആണ്. ഒട്ടും സഹിക്കാൻ പറ്റൂല. അവരവിടെ ഇല്ലാണ്ടാവും. പിന്നെ അവരായിട്ട് നമുക്ക് യാതൊരു ഇതുണ്ടാവില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അവർക്ക് നമ്മളായിട്ട് സംസാരിക്കാനും താല്പര്യം ഉണ്ടാവില്ല, അവരായിട്ട് നമുക്ക് ഇടപഴകാനും താല്പര്യം ഉണ്ടാവില്ല. മൊത്തത്തിൽ അവരായിട്ടുള്ള ബന്ധം അവിടെ നിന്ന്. സോ നെവർ സേ യു ആർ റാങ്. നമ്പർ 3, ഇഫ് യു ആർ റോങ് അഡ്മിറ്റ് ഇറ്റ് ക്വിക്ക്ലി. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റും. അപ്പം കാണണ്ട. ഇത് ഇപ്പോൾ എനിക്കൊരു 3-4 ആക്സിഡൻസ് ആക്സിഡൻറ്റ് വെച്ചാൽ മൈനറായിട്ടുള്ള ആക്സിഡൻസ്, ഇങ്ങനെ ചെറുതായിട്ട് മുട്ട തട്ട ആ രീതിയിലൊക്കെ. അല്ലാണ്ട് വേറെയും ഉണ്ട്. ഇവിടെ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയണം. സോ അങ്ങനത്തെ സീൻ വന്നപ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം, ഒരാൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്കിൽ കൂടെ ഞാൻ വന്ന് മുട്ടി സീനായി. സോ അത് ക്ലിയർ എനിക്ക് ആ ബോധമുണ്ട്, അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള ബോധം എനിക്കുണ്ട്. സോ ഞാൻ അവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഇറങ്ങി വന്നിട്ട് അയാളുടെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഐ എം വെരി സോറി, ഇത് എൻ്റെ മിസ്റ്റേക്കാണ്, സംഭവിച്ച് അറിയാണ്ട് പറ്റിപ്പോയതാണ്, ഐ എം വെരി സോറി എന്നുള്ള രീതിയിൽ ഞാൻ ചെന്ന് അങ്ങോട്ട് പറഞ്ഞു സിൻസിയറായിട്ട്. അത് അവിടെ കഴിഞ്ഞ്. അയാൾ എന്നോട് പൈസ ചോദിച്ചിട്ടില്ല, ഒരു രീതിയിൽ തർക്കിച്ചിട്ടില്ല, ഒന്നുമില്ല. അത് അവിടെ കഴിഞ്ഞ്. ഇറ്റ്സ് ഓക്കെ മോനെ എന്ന് പറഞ്ഞിട്ട് അയാൾ കിട്ടി. 3 പ്രാവശ്യം 3 തവണയായിട്ട് പല വട്ടം. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റി പറയാ. അത് ചിലപ്പോൾ അവിടെ തീരും, വലുതാവൂല. അത് അല്ലെങ്കിൽ എന്താണ് സാധാരണ എന്താ സംഗതി, ഏട്ടോ എവിടെ നോക്കണം മോർണിംഗ് ഓടിക്കണം, തടക്കത്തെ ബോധമില്ല എന്നൊക്കെ തുടങ്ങി പിന്നെ വേറെ റേഞ്ചിലേക്ക് പോകും. ഇത് അവിടെ തീരും. നമ്പർ 4, ബിഗിൻ ഇൻ എ ഫ്രണ്ട്ലി വേ. എന്ത് തുടങ്ങണം ഹാർഷായിട്ട് ചൂടായിട്ട് തുടങ്ങരുത്. എല്ലാം പയ്യെ സ്മൂത്തായിട്ട് ഒരു ഫ്രണ്ട്ലി മാനർ തുടങ്ങി വരാം. നല്ല എനിക്കൊരു റെഫറൻസ് വെച്ചാൽ വരാൻ പറ്റുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പറഞ്ഞ മൂവിയിൽ പൃഥ്വിരാജ് സുരാജ്, ആ മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ എന്താണ് സുരാജ് ആദ്യം തന്നെ ലൈസൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ സീനിൽ ഗിഫ്റ്റ് ബോക്സിലൊക്കെ ആക്കി എടുക്കലായിരിക്കും. പൃഥ്വിരാജ് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ഹാർഷ് ടോണിൽ ഭയങ്കര അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ശോകമാണ്. അങ്ങനെ ആ രീതി ചൂടായി സംസാരിക്കും. അപ്പോൾ സുരാജ് അവിടെ ഇൻസൾട്ടഡ് ആയി ഫാമിലിൻ്റെ മുമ്പിൽ താഴ്ന്നു പോയി. ആ ഒരു തോന്നൽ വന്നപ്പോൾ എന്താണ്, ആ കാര്യം കൈയോടെ തീരേണ്ടതാണ്. ആ ലൈസൻസ് കൊടുത്താൽ ആ പരിപാടിയോടെ തീരേണ്ടതാണ്. ബട്ട് ഇൻസ്റ്റഡ് എന്താ സംഭവിച്ചത്, റിവെഞ്ചായി, മറ്റേതായി, ഒരു രീതിയിലും സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് വന്നത്. സോ അത് നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ. ബിഗിൻ ഇൻ എ ഫ്രണ്ട്ലി വേ. നമ്പർ 5, ഗെറ്റ് ദ അതർ പേഴ്സൺ ടു സേ യെസ്. മറ്റാളെ കൊണ്ട് യെസ് കൂടുതൽ പറയിപ്പിക്കുക. അത് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഒരു ആവശ്യം നേടണമെങ്കിൽ, ഈ യെസ് എന്നുള്ള ഉത്തരവാണ് നമുക്ക് വേണ്ടതെങ്കിൽ, അതിന് മുമ്പ് ആ ചോദ്യത്തിന് മുമ്പ് വേറെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യത്തിന് ഒബ്വിയസ് ആയിട്ട് യെസ് എന്നുള്ള ഉത്തരവായിരിക്കണം വരേണ്ടത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ യെസ് എന്ന് നമ്മൾ തുടർച്ചയായിട്ട് പിന്നെയും റിപ്പീറ്റഡ് ടൈംസ് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ആക്ടിവേഷൻ സംഭവിക്കും. എന്തിനും ഓപ്പൺ ആയിട്ട് യെസ് പറയാനുള്ള ഒരു ആക്ടിവേഷൻ സംഭവിക്കും. സോ നമ്മുടെ ചോദ്യം വരുമ്പോൾ യെസ് എന്നുള്ള ഒരു ഉത്തരം വരാനാണ് കൂടുതൽ ചാൻസ്. സ്റ്റീവ് ജോബ്സ് വരെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്നകാലത്ത് നമുക്ക് അന്നൊക്കെ ഉണ്ടായ ഫോൺ എന്ന് വെച്ചാൽ ബാക്ക് തുറന്ന് ഈ ബാറ്ററി ഒക്കെ എടുത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഫോണൊന്നും പറ്റൂല. അതാരാണ് ആദ്യം കൊണ്ടുവന്നത്? ആപ്പിൾ.
അങ്ങനത്തെ ഒരു ഫോൺ ഇറക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഈ പൈസ റേസ് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും ഒരു നോന്നേ പറയുള്ളൂ, ഒബ്വിയസ്ലി. കാരണം ആര് മേടിക്കാനാണ് ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫോൺസ് ഒക്കെ? സോ സ്റ്റീവ് ജോബ്സ് എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്താണ് നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കണ്ടേ, നമുക്കിവിടെ ഒരു ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ ഉത്തരങ്ങളെല്ലാം യെസ് എന്ന് ആണ് സാധാരണ ആൾക്കാർ പറയേണ്ടത്. അങ്ങനെ യെസ് 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 കുറച്ച് കിട്ടിയിട്ടാണ് മൂപ്പരുടെ ഐഡിയ എടുത്താണ്ട് ഇട്ടത്. യെസ് കിട്ടി. ഇപ്പൊ ആപ്പിൾ ഏത് ലെവലിലാണ് നിൽക്കണം? ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യണത് പോലും ഐഫോണിലാണ്. സോ അതാണ് യെസ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് കൂടുതൽ പറയിപ്പിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്കും കൂടുതൽ യെസ് പറയാനാണ് ചാൻസ്. ഓക്കെ, നമ്പർ 6, ലെറ്റ് ദ അതർ പേഴ്സൺ ടോക്ക്. അതായത് ഞാൻ ഇവിടെ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. നെൽസൺ മണ്ടേല, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഓൾ ടൈം എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണത്. സോ മൂപ്പരുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഈ ലീഡർഷിപ്പിനെ പറ്റി എങ്ങനെ ചോദിച്ചത്, എന്താണ് ഇത്ര നല്ല ലീഡർ ആവാൻ കാരണം എന്നുള്ള ചോദ്യത്തിന് മൂപ്പർ ഉത്തരം പറഞ്ഞത് എൻ്റെ ഫാദർ. മൂപ്പര് ആ ടൈമിൽ, ഞാൻ കൊച്ചായിരുന്ന ടൈമിൽ മൂപ്പര് കുറേ മീറ്റിങ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുമായിരുന്നു. അതിനൊക്കെ എന്നെ കൊണ്ടുപോകും, അതായത് നെൽസൺ മണ്ടേലിനെ അന്ന് മീറ്റിങ്സിനൊക്കെ കൊണ്ടുപോയിരുന്നു. അന്ന് മൂപ്പര് ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും റൗണ്ടിലേ ഇരിക്കുള്ളൂ, റൗണ്ട് സർക്കിൾസിലാണ് എല്ലാവരും ഇരിക്കുന്നത്. സോ അതിൻ്റെ ഗുണം എന്താണ്? എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യാൻ പറ്റും. 1. 2, എൻ്റെ അച്ഛനായിരുന്നു ഏറ്റവും ലാസ്റ്റ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അവരവരുടെ ഒപ്പീനിയൻസ് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു തോന്നൽ വരും, എന്ത്, നമ്മുടെ എല്ലാവരും ഒപ്പീനിയൻസ് ഒക്കെ മൂപ്പര് വാല്യൂ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒപ്പീനിയൻസിനൊക്കെ മൂപ്പർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തോന്നല് അവർക്ക് വരുമ്പോൾ അവർ നല്ലൊരു ലീഡർ എന്നുള്ള രീതിയിൽ അവർ കൺസിഡർ ചെയ്യും. അവർക്കൊരു തോന്നലുണ്ടാവും, എന്ത്, നമ്മുടെയൊക്കെ വാക്കുകളൊക്കെ മൂപ്പര് നല്ല രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടത്, മൂപ്പര് നല്ലൊരു ലീഡറാണ്. അതാണ് സംഭവം. നമ്മുടെയൊക്കെ വാല്യൂ ചെയ്യേണ്ടതെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് അവർ പറയണത് മുഴുവൻ കേട്ടിട്ട് നമ്മൾ സംസാരിക്കുക. ഓക്കെ, സോ ഇനിയും 6 ടിപ്സ് ബാക്കിയുണ്ട്. 6 ടിപ്സ് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഈ വീഡിയോയിലും കൂടെ ഇട്ടാൽ ഭയങ്കര ലോങ് ആവും, ഷോകാവും. സോ ഇൻഷാ അല്ലാഹ്, until then I am really building something bigger. Stick around. Assalamu alaikum.